ഗാസയിൽ സർവനാശം വിതയ്ക്കാനൊരുങ്ങി ഇസ്രായേൽ. അവശേഷിക്കുന്നവരിൽ ജീവിച്ചിരിക്കുന്ന 20 ബന്ദികൾക്കായി അവസാന യുദ്ധത്തിന് ഗാസയിൽ വൻ ഒരുക്കം. ഗാസയെ വൃത്തിയാക്കി അവസാന യുദ്ധം ചെയ്ത് എല്ലാം അവസാനിപ്പിക്കാൻ ട്രംപ് ഇസ്രായേലിന് നിർദ്ദേശം നൽകി. ഭയാനകമായ മണിക്കൂറിലേക്ക് യുദ്ധം നീങ്ങുന്നു എന്നതിന്റെ ബ്രേക്കിംഗ് റിപ്പോർട്ട്. ഹമാസിനെ ഇനി ഉപേക്ഷിക്കുവാനും അവർക്ക് മരണശിക്ഷ നൽകുവാനും ഇസ്രായേലിനോട് ട്രംപ് അന്ത്യശാസനം നൽകി. ഇനി അവരെ പ്രതീക്ഷിക്കേണ്ട, വെടിനിർത്തൽ ചർച്ചയ്ക്കും ബന്ധുക്കളെ വിടുവാനും ഒരുപാട് സമയം നൽകി. ഹമാസ് സഹകരിക്കുന്നില്ല. ഇതോടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ 50 പേരെ വിട്ടയക്കാൻ വീണ്ടും യുദ്ധം രൂക്ഷമാകാൻ കാരണമായി. ബന്ദി ചർച്ചകൾ ഹമാസ് പങ്കെടുക്കാത്തതിന് ചുട്ട മറുപടി ഗാസയിൽ നൽകാൻ ഇസ്രായേലിനോട് ട്രംപ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ഭീകര സംഘടനയ്ക്കെതിരായ സൈനിക നടപടികൾ തുടരുന്നതിന് ഇസ്രായേൽ പിന്തുണ നൽകി. ഹമാസിന് യഥാർത്ഥത്തിൽ ഒരു കരാറിലെത്താൻ താല്പര്യമില്ലായിരുന്നു. അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. US-ഉം ഇസ്രായേലും ഏകദേശം 3 ആഴ്ചയിൽ ഹമാസുമായി സാമീപ്യ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദോഹയിൽ നിന്ന് ഞങ്ങളുടെ ചർച്ചാ സംഘത്തെ പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസത്തിന് ശേഷം ട്രംപ് വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹമാസ് ഗാസയിൽ മരണം വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഗാസയെ നരകമാക്കിയത് ഹമാസ് ആണ്. എത്ര തവണ സമാധാനത്തിനായി ഞാൻ ശ്രമിച്ചു, ഖത്തർ ശ്രമിച്ചു, സൗദി അറബ് മുന്നണികളും ശ്രമിച്ചു. എന്നാൽ ബന്ദികളെ വിട്ടു നൽകി യുദ്ധം നിർത്താൻ ഹമാസ് തയ്യാറായില്ല. ഇത് വ്യക്തമാക്കുന്നത് ഗാസ കൂടുതൽ രക്തരൂക്ഷിതമാകാൻ ഹമാസ് ആഗ്രഹിക്കുന്നു. ഗാസയിൽ നേതാക്കളെല്ലാം ഇല്ലാതായതുപോലെ ഗാസയിലെ പാലസ്തീനുകളെയും ഹമാസ് മരണത്തിന് വിട്ടു നൽകാൻ ആലോചിക്കുന്നു. ഇതിന് മറുപടി ഹമാസിന്റെ മരണമായിരിക്കും. മരണം ചോദിച്ചു വാങ്ങുകയാണ് ഹമാസ് എന്നും ട്രംപ് പ്രതികരിച്ചു. 60 ദിവസത്തെ ഗാസ വെടിനിർത്തലിലും ബന്ദികളാൽ കരാറുമായുള്ള ഏറ്റവും പുതിയ നിർദ്ദേശത്തിന് വ്യാഴാഴ്ച സമർപ്പിച്ച പ്രതികരണത്തിൽ വാഷിംഗ്ടണും ജെറുസലേമും ഹമാസിനെതിരെ രോഷം പ്രകടിപ്പിച്ചു. 60 ദിവസം വെടിനിർത്തൽ തയ്യാറായിരുന്നു. ഖത്തറും ഈജിപ്തും അംഗീകരിച്ചു. എന്നാൽ ഹമാസ് ചർച്ചയ്ക്ക് വന്നില്ല. അനുനയങ്ങളും സമാധാനവും അവർ ബഹിഷ്കരിച്ചു. ഖത്തറും കൂടുതൽ സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിച്ചത്. അതേസമയം ഹമാസിന്റെ പ്രതികരണത്തിൽ നിർദ്ദേശങ്ങൾ മാറ്റങ്ങൾക്കായി വളരെയധികം അഭ്യർത്ഥനകൾ അടങ്ങിയിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും വിടവുകൾ നികത്താവുന്നതിനാണ് എന്ന് അവർ വാദിക്കുന്നുവെന്നും മധ്യസ്ഥ ശ്രമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അറബ് നയതന്ത്രജ്ഞനും സ്രോതസ്സുമായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കി. ഇതിനിടെ പട്ടിണിയിൽ പിടഞ്ഞു മരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ. അവർ ആഹാരത്തിനും മരുന്നിനും കേഴുന്നു. മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടുകയാണ് ഗാസയിൽ. പട്ടിണി മരണം 122 ഉയർന്നു. 24 മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 52 പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു. യുദ്ധം 651 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആകെ മരിച്ചവരുടെ എണ്ണം 59,676 പേരായി. പരിക്കേറ്റവർ 1,43,965 പേരായി മാറിയിരിക്കുന്നു. ഇതിനിടയിലും യുദ്ധം തുടരുന്നു. വെറും 50 ബന്ദികളെ വിട്ട് കിട്ടാൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഓരോ ദിവസവും 50 മുതൽ 100 പാലസ്തീനുകളാണ് കൊല്ലപ്പെടുന്നത്. പട്ടിണി മരണം അതിനു പുറമെ യുദ്ധത്തിൽ മരിച്ചവർ 15,000 ആയപ്പോൾ തന്നെ ബന്ദികളെ വിട്ടു നൽകി യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ 15,000-ൽ നിന്നും മരണം 60,000-ലേക്ക് എത്തിയത് ഏതാനും ചില ബന്ദികൾക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ബാക്കിയുള്ള 50 ബന്ദികളെ മോചിപ്പിക്കാൻ US-ന് കഴിഞ്ഞേക്കില്ല എന്ന് അദ്ദേഹം അംഗീകരിച്ചതായി തോന്നുന്നുവെന്നും ഈ 50 പേരിൽ 20 പേർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതായത് ഈ ജീവിച്ചിരിക്കുന്ന 20 പേർക്ക് വേണ്ടി തന്നെ 10,000-കണക്കിന് ആളുകളെ ഇസ്രായേൽ യുദ്ധത്തിൽ ഗാസയിൽ വധിച്ചു കഴിഞ്ഞു. ട്രംപ് പറയുന്നത് ഇനി ഒന്നും നോക്കേണ്ട, ഗാസയിൽ രക്തരൂക്ഷിതമായ യുദ്ധം തുടങ്ങാനാണ്. ഗാസയിൽ സർവനാശത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഇത് സംഭവിക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. നിലവിലെ പ്രതിസന്ധി പ്രവചിച്ചതായി അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നമ്മൾ ധാരാളം ബന്ദികളെ മോചിപ്പിച്ചു. എന്നാൽ അവസാന 10 അല്ലെങ്കിൽ 20 പേരിലേക്ക് എത്തുമ്പോൾ ഹമാസ് ഒരു കരാറിൽ ഏർപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിനർത്ഥം ഹമാസ് മരണം ആഗ്രഹിക്കുന്നു. അടിസ്ഥാനപരമായി അതാണ് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അവർ വേട്ടയാടപ്പെടാൻ പോകുന്നു എന്നതാണ്. ട്രംപ് തുടർന്നു. ഇസ്രായേൽ അവരുടെ ജോലി പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മാത്രമല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ഗാസ വൃത്തിയാക്കേണ്ടി വരുമെന്നും ഹമാസിനെ തുടച്ചു നീക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നിരുന്നാലും കൂടുതൽ പോരാട്ടങ്ങൾ ഹമാസിന്റെ പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കുമോ എന്നും വ്യക്തമല്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിന്റെ അനിവാര്യ ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്നു. എന്നിരുന്നാലും കൂടുതൽ പോരാട്ടങ്ങൾ ഹമാസിന്റെ പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കുമോ എന്നത് വ്യക്തമല്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിന്റെ അനിവാര്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏകദേശം 22 മാസമായി IDF ഭീകര ഗ്രൂപ്പിനെതിരെ പോരാടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.